ഒടുവിൽ സതീശനെ ലീഗ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം കൊണ്ടിട്ട് ഉടച്ചതിന് ശേഷം തിരിച്ചറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം നടന്ന ലീഗ് യോഗത്തിൽ സതീശനെതിരെ വലിയ പടപ്പുറപ്പാടാണ് ലീഗ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടായതത്രേ. ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്, ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത മാടമ്പിയാണ് സതീശനെന്ന് ചില നേതാക്കന്മാർ അഭിപ്രായപ്പെട്ടു അത്രേ. ഇത്രയും കാലം ലീഗന്മാരടുത്ത് ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? പിണറായിയുടെ ധാർഷ്ട്യമെന്ന് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന കഥകൾക്ക് പിന്നാലെ പോയപ്പോൾ സ്വന്തം മുന്നണിക്കകത്തെ അഖില ലോക ധാർഷ്ട്യക്കാരനെ നിങ്ങൾ കാണാതെ പോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലമ്പൂരിൽ ഇപ്പോൾ UDF ഛിന്നഭിന്നമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തിയത്. അപ്പോഴാണ് ലീഗന്മാർക്ക് ആ മൂരിത്തലയ്ക്കകത്ത് ഇപ്പോൾ വെളിച്ചം വന്നിരിക്കുന്നത്. എന്താണ് സതീശനെന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായില്ല. ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ പോയി തൊഴുതു നിന്ന സതീശൻ അവർക്ക് വിശ്വാസമാണ്. അവർ സംഘപരിവാറിനെ എതിർക്കുന്നുവെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ മനസ്സ് കാണിച്ച വ്യക്തി എന്താണെന്ന് ചിന്തിക്കാൻ ലീഗിന് ശേഷിയില്ലാതെ പോയി. സതീശൻ പലപ്പോഴും പല കാര്യങ്ങളും മാറ്റി മാറ്റി പറയുമ്പോഴും ആരോപണങ്ങൾ ഉന്നയിച്ച് പൊളിഞ്ഞടുങ്ങുമ്പോഴും ഡയലോഗ് അടിച്ച് പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ലീഗന്മാർക്ക് അദ്ദേഹത്തോട് വല്ലാത്ത താല്പര്യം തോന്നി. ഇപ്പോൾ എന്തായി? ഏറ്റവും ഒടുവിൽ ലീഗ് PV അൻവറുമായി സംസാരിച്ച് കോംപ്രമൈസ് എത്തിയ വിഷയം സതീശൻ്റെ പിടിവാശിയിൽ തട്ടി നാമാവിശേഷമായ സന്ദർഭത്തിൽ പുറത്ത് ഡോർ അടച്ചെന്ന് ലീഗന്മാരോട് ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷം രാത്രി സ്വന്തം അടിമയെ പറഞ്ഞ് ആ വീട്ടിലേക്ക് വിടുന്ന സതീശ വൈദഗ്ധ്യം കണ്ടപ്പോൾ ലീഗന്മാർ തന്നെ അന്തം വിട്ടുപോയി. ഇത്രമാത്രം ലോ ലെവലാണോ സതീശനെന്നും, എന്നാൽ സംസാരത്തിലും പ്രവൃത്തിയിലും കാണിക്കുന്ന ഹുങ്കും ഇരട്ടത്താപ്പും അത് പ്രവൃത്തിയിലുമുണ്ടെന്ന് ലീഗ് നേതാക്കന്മാരുടെ തിരിച്ചറിവ് വരും കാലങ്ങളിൽ UDF മുന്നണിക്ക് വലിയ വിള്ളൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെ പോയാൽ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. ലീഗിൻ്റേതായ തീരുമാനമെടുക്കേണ്ടി വരുമെന്നൊക്കെ യോഗത്തിൽ നേതാക്കൾക്ക് പറയേണ്ടി വരികയാണെങ്കിൽ സതീശൻ ഇപ്പോൾ ലീഗ് പോകണമെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ആര് പോയാലും പ്രശ്നമില്ല, ഞാൻ പറയുന്ന മാടമ്പിത്തരങ്ങൾ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ, അത് സഹിക്കാൻ പറ്റുന്നവർ മാത്രം നിന്നാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ വാക്കിന് പോലും വില കൽപ്പിച്ചില്ല എന്ന് വരുമ്പോൾ UDFനേക്കാൾ വളർന്ന സതീശ അഹങ്കാരം അത് ലീഗ് നേതാക്കന്മാരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് എന്തായാലും മനസ്സിലാക്കുകയാണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തോക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് UDF മുന്നണിക്കകത്തുണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറി പ്രവചനാതീതമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്തായാലും കുറച്ച് വൈകിയെങ്കിലും സതീശൻ എന്ന കാപട്യത്തെയും സതീശൻ എന്ന അഹങ്കാരിയെയും സതീശൻ എന്ന കുതുകാൽ വെട്ടിയെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെയും ലീഗ് തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്. മൊത്തത്തിൽ തിരിച്ചറിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും 2026 ഇലക്ഷൻ കഴിഞ്ഞുപോയി 3ാം വട്ടവും പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിക്കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം.